ഇന്ന് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാതി തിരിച്ച സെൻസസിന്റെ പ്രാധാന്യം, അത് നമ്മുടെ പൊതുജീവിതത്തെയും പൊതുസമൂഹത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു? അത് കേവലമായ വികസന പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ പദ്ധതി രൂപീകരണത്തിനേക്കാൾ ഉപരി ഈ രാജ്യത്തിന്റെ ഭരണാധികാരങ്ങൾ കൈയാളുന്ന കേവലം ഒരു ന്യൂനപക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന സവർണ വിഭാഗങ്ങളിൽ നിന്നും ആ കുത്തക തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മുഴുവൻ ആളുകൾക്കും അധികാരത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇത്തരം ഒരു രേഖ അല്ലെങ്കിൽ ഇത്തരം ഒരു ഡാറ്റ ലഭ്യമാവുന്നതോടുകൂടി കരഗതമാകും എന്ന ഒരു ധാരണ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കായിരുന്നു. എല്ലാ പുരോഗമന ഇത്തരം ആശയങ്ങളോട് യോജിപ്പുള്ളവർക്കും അത്തരം ഒരു ധാരണ വളരെ വ്യക്തമായി തന്നെ ഉണ്ട്. നിർഭാഗ്യവശാൽ 1931 ശേഷം ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ജാതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെൻസസ് നടക്കുന്നില്ല. അതിന് ഒരുപക്ഷെ പ്രധാനമായി പറയുന്ന ഒരു കാരണം 1930 ശേഷം രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടുകയും ഈ ഹിന്ദു മുസ്ലിം ചില ഭിന്നതകളൊക്കെ ഉടലെടുത്തിരുന്ന ഒരു സന്ദർഭത്തിലും രാജ്യത്തെ ജാതീയമായി ഒരു വേർതിരിവ് ഒഴിവാക്കുവാൻ ഒരുപക്ഷെ ജാതി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു ചിന്ത ചിലരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയുണ്ടായി. തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1931 നടന്ന സെൻസസിൽ ജാതി രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആകാം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുകയും, പക്ഷെ അത്തരം ഒരു കണക്ക് സെൻസസ് കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഹിന്ദു വിഭാഗത്തിലുള്ള 23,86,22,602 ആളുകൾ തങ്ങളുടെ സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയെങ്കിലും കേവലം 18,83,464 പേർ മാത്രം 0.79% ആളുകളാണ് അത്തരം ഒരു ജാതി തിരിച്ച അല്ലെ ജാതി ഇല്ല എന്ന വിവരം നൽകിയതെന്നാണ് ചില രേഖകൾ. ശരിക്കും യുഗദീപം എന്ന് പറയുന്ന ഒരു മാഗസിനിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ PN നാണു എഴുതിയൊരു ആർട്ടിക്കിളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സ്വതന്ത്ര ഇന്ത്യയിൽ ജാതി തിരിച്ച സെൻസസ് ഇല്ല. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് മണ്ഡൽ കമ്മീഷൻ ശുപാർശ വന്ന ശേഷം വളരെ ശക്തമായ ആവശ്യമായും പിന്നീട് 1991 ജാതി തിരിച്ച സെൻസസ് എടുക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷെ തീരുമാനമൊന്നും ഉണ്ടായില്ല. 2001 പാർലമെന്റിൽ നൽകിയ ഒരു മറുപടിയിൽ തന്നെ ശ്രീ ശരത് പവാറിനും ശ്രീ മുലായം സിംഗിനും നൽകിയ ഒരു മറുപടിയിൽ ജാതി തിരിച്ച സെൻസസ് എടുക്കുമെന്ന് പറഞ്ഞു. അന്നും ഉണ്ടായില്ല. 2001 ഇതെടുക്കും എന്ന് പറഞ്ഞ് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായി. പാർലമെന്റ് തന്നെ സ്തംഭിച്ചു. പിന്നീട് 2011 അത് ആവർത്തിച്ചു. നിർഭാഗ്യവശാൽ ആ സന്ദർഭങ്ങളിലൊക്കെ ജാതി തിരിച്ച സെൻസസ് എടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടന്നില്ല. ഒടുവിൽ 2011 പാർലമെന്റിലെ ബഹളത്തെ തുടർന്നും ഗവൺമെന്റ് നൽകിയ ഒരു ഉറപ്പിനെ തുടർന്നും 2011 ഒരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടന്നെങ്കിലും ആ നടന്ന സെൻസസ് ഇപ്പോ സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് വേണ്ടി നൽകിയ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ സെൻസസിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എന്യൂമറേറ്റർമാരും വേണ്ടത്ര ഗൗരവം അതിൽ സ്വീകരിച്ചിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പോരായ്മ, വീഴ്ചകൾ ഈ രാജ്യത്തെ പൗരന്മാർ തെറ്റായ വിവരം നൽകിയതാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള തരത്തിൽ കോടതിയെ ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിൽ അവർ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് മാപ്പിള വിഭാഗം തന്നെ 40ഓളം പേരുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ വ്യക്തികൾ നൽകിയ വിവരമല്ല, എന്യൂമറേറ്റർമാർ എൻട്രി ചെയ്ത് തെറ്റാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഈ 2011 കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് എന്യൂമറേറ്റർമാർക്ക് നല്ല കൃത്യമായ പരിശീലനം നൽകിയിരുന്നില്ല. അവരതിന്റെ ഗൗരവം ഉൾക്കൊണ്ടില്ല. ഉത്തരവാദിത്വത്തോടു കൂടിയല്ല അവർ പ്രവർത്തിച്ചത്. ഒപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വസ്തുത, അവർക്ക് നൽകിയിരുന്ന ലാപ്ടോപ്പ്, പാംടോപ്പ് തുടങ്ങിയ ഡിവൈസുകളെല്ലാം പല കാരണങ്ങളാൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നാണ്. അപ്പൊ അതെല്ലാം ആ പ്രവർത്തനത്തെ ബാധിച്ചു. ഇത് നടത്തിയ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും കൃത്യമായ ഒരു രേഖ ആവശ്യമായിരുന്നില്ല എന്നൊരു ധാരണ ഉണ്ടായിരിക്കാം. എന്തായാലും 2011 നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവുകയും അതേസമയം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ നൽകിയതായി മനസ്സിലാക്കുന്നു. 99% പെർഫെക്റ്റ് ആയിരുന്നുവെന്ന്. എന്തായാലും പൊതുസമൂഹത്തിനും നമുക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്.
ഈ 2011 കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പഴയ സെൻസസ് കമ്മീഷണർ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ വിജയനുണ്ണി 2011 ജനുവരി മാസം 15-ാം തീയതി മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ജാതി ചോദിക്കാൻ വേണ്ടി മാത്രം 2000 കോടി രൂപ ദുർച്ചെലവ് നടത്തുന്നു എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ സെൻസസിനൊപ്പം ജാതി കൂടി രേഖപ്പെടുത്തി കളക്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല, സാങ്കേതികമായോ ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഓളിഗാർക്കി ഉണ്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഫോർവേഡ് കാസ്റ്റിന് വേണ്ടി ഭരണകൂടങ്ങൾ ചെയ്യുന്ന അമിതാവേശവും വേഗതയും, ഇന്നത്തെ പത്രത്തിലെ വാർത്ത ശരിയാണെങ്കിൽ മുന്നോക്ക ജാതിയിലെ പാവപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കേണ്ടി വരുന്നു. ഈ കുടുംബശ്രീക്കാരുടെ പ്രാപ്തിയും അതിന്റെ അർഹതയും യോഗ്യതയും ഒക്കെ. തൽക്കാലം ഞാൻ ആ വിഷയം ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഒരു കാര്യം കൂടി, നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം വളരെ ശക്തവും സജീവവും തന്നെയാണ്. ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള നിലയിൽ വ്യാപകമായി ഈ മെസ്സേജ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്, രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കേരളത്തിലും വലിയ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. ബാബുജി സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന SC, ST, OBC വിഭാഗങ്ങളുടെ പങ്കാളിത്തം നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള ആ നിവേദനത്തിൽ തന്നെ വന്നിട്ടുണ്ട്. വലിയ സമുദായ സംഘടനകൾ അവരൊറ്റയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ ഇതിനകത്തേക്ക് വരാതിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ തീർച്ചയായും എന്നെ കേൾക്കുന്നുണ്ടാവും. അതിന്റെ ഭാരവാഹി അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി അടക്കമുള്ള ആളുകൾ ഇതിനകത്തേക്ക് വളരെ സജീവമായിരുന്നു. ശ്രീ കുട്ടപ്പഞ്ഞിട്ടേര് സംസാരിച്ചിട്ടുണ്ട്, CSDS ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം സജീവമായി മുമ്പോട്ട് പോകാം. അപ്പൊ ഇത്തരം വസ്തുതകളൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് 2021 ജാതി തിരിച്ച സെൻസസ് എടുക്കും എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ ഇനി അത് എടുക്കില്ല എന്ന് പറയുകയും സുപ്രീം കോടതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ഒരു ചർച്ച നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ 1.5 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. സമയപരിധിക്കുള്ളിൽ തീർക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാവാം. ആമുഖ പ്രസംഗം ബഹുമാന്യനായ ശ്രീ SM വിജയാനന്ദ സാറ് തുടക്കം കുറിക്കുകയാണ്. വിജയാനന്ദ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഏതാനും ഒരു ഒഫീഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഐഡിയാസ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 7th ഷെഡ്യൂളില് item 69 സെൻസസ് എന്നുള്ളത് കേന്ദ്രത്തിന്റെ അധികാരമാണ്. അതുപോലെ കൺകറന്റ് ലിസ്റ്റില് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും കൺകറന്റ് അധികാരമാണ്. പക്ഷെ എന്നിരുന്നാലും വികസനത്തിന് വേണ്ടി സ്റ്റേറ്റ് സർവേകൾ വളരെ ധാരാളമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. അതൊരു സെൻസസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, പക്ഷെ നമ്മളെ സർവേസ് ഒരുപാട് സോഷ്യോ എക്കണോമിക് സർവേസ് നടത്താറുണ്ട്. പിന്നെ സംസ്ഥാന ബാക്ക്വേർഡ് ക്ലാസസ് SC, ST കമ്മീഷൻസിനും ഒരുപാട് ഇൻഹെറന്റ് അധികാരങ്ങളുണ്ട്. അത് വച്ചിട്ട് അവർക്ക് ഇതുപോലെ സർവേ നടത്താമെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അതായത് സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും ഈ ബാക്ക്വേർഡ് ക്ലാസസിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ള ഒരു അധികാരം കൊടുത്തത്. അതിൻ്റെ കൂടെ ഇംപ്ലിസിറ്റ്ലി ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗവും അവർക്ക് കിട്ടിക്കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് 1995 കേരളത്തിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഒരു സെൻസസ് നടത്താൻ, ഒരു കാസ്റ്റ് സെൻസസ് നടത്താൻ. അപ്പൊ ഞാൻ അതിന്റെ ക്വസ്റ്റ്യനെയറൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ അന്ന് ജോലിയിലിരുന്ന ചില ആളുകളടുത്ത് ചോദിച്ചപ്പോഴും അത് വലിയ അപ്രോർ ഉണ്ടാക്കി. അത് ക്വസ്റ്റ്യനെയർ എല്ലാം പ്രിന്റ് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ് അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ വലിയ അപ്രോറൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഗവൺമെന്റ് ഗ്രാജുവലി അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോപ്പ് ചെയ്തു. അത് അന്നത്തെ പത്രങ്ങളൊക്കെ വായിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കിട്ടുമായിരിക്കും തിരിച്ച് റീഡ് ചെയ്ത്. പിന്നെ അപ്പൊ അതൊരു അപ്രോർ വന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അതുപോലെ 2009, 10, 11, 12 SC, ST ഒരു ഡീറ്റെയിൽഡ് സർവേ നടത്തിയിരുന്നു. അത് അന്ന് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു ഡയറക്ട്ലി. അപ്പോഴും ട്രൈബൽ സർവേ നടത്തിയപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, വിച്ച് ഇസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് ഡെവലപ്ഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി, അവർ റിഫ്യൂസ് ചെയ്തു, ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറയും എന്ന് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ ഒരു ഇഷ്യൂ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഭയം, ഇത്
ഫോർവേഡുകാർക്ക് ഒരു ഭയം, ബാക്ക്വേർഡുകാർക്ക് കൂടുതൽ എടുക്കും എന്നുള്ളതെല്ലാം പല ചർച്ചകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ബാക്ക്വേർഡുകാർക്ക് ഒരു ഭയം, ഇൻട്രാ OBC തർക്കങ്ങൾ വരും എന്നൊരു ഭയം ഉണ്ട്. ചില കമ്മ്യൂണിറ്റീസ് ആർക്കും രേഖമൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഫീലിംഗ് ചില കമ്മ്യൂണിറ്റീസിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ചില കമ്മ്യൂണിറ്റീസിന് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു ഫിയർ ഒക്കെ ഉണ്ട്. ഇതും വരുമെന്നുള്ളത് ഒരു പലരുടെയും ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോടതി ഈ വിവരം മുഴുവൻ വന്നാൽ കോടതിയുടെ ഇന്റർപ്രിട്ടേഷനിൽ ഈ ഡേറ്റയൊക്കെ കിട്ടിയാൽ ചിലപ്പം അത് ബാക്ക്വേർഡ് ക്ലാസ്സിന് എതിരായിട്ട് പോകത്തില്ലേ എന്ന് വാദിക്കുന്നവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് എ വെരി ഈസി. അതുകൊണ്ട് ഈ പല കാരണങ്ങളാൽ എല്ലാ പൊളിറ്റീഷ്യൻസിനും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ദേ ആർ വെരി കംഫർട്ടബിൾ വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ. വേണ്ടാന്ന് ആരും പറയുന്നില്ല, പക്ഷെ അതൊരു പെൻഡോറസ് ബോക്സ് തുറക്കുമോ എന്നുള്ളത് എല്ലാവർക്കും ഭയമാണ്. കാരണം SECCയുടെ 2012 ഞാൻ കേന്ദ്രത്തില് റൂറൽ ഡെവലപ്മെന്റ് വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് പോയത്. അന്ന് SECC കോർഡിനേറ്റ് ചെയ്തത് ഞാനാണ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ ദി കാസ്റ്റ് പാർട്ട് വാസ് കോർഡിനേറ്റഡ് ബൈ ദി രജിസ്ട്രാർ ജനറൽ ഓഫ് സെൻസസ്. അപ്പൊ അത് സെൻസസ് തന്നെ ആയിരുന്നു. എന്റെ ടെക്നിക്കൽ ഡയറക്ഷൻസും എല്ലാം കൊടുത്തത് രജിസ്ട്രാർ ജനറൽ ആയിരുന്നു. ഞങ്ങൾ ചെയ്തത് സോഷ്യൽ ഇതായിരുന്നു. അപ്പൊ എന്റെ റിവ്യൂ മുഴുവൻ സോഷ്യലായിരുന്നു. പക്ഷെ അന്ന് കാസ്റ്റ് സെൻസസിൽ പ്രശ്നമുണ്ടെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ there was no interest in government to open that. അത് ഡിസ്കസ് ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്നൊരു ചർച്ച പോലും അന്ന് നടന്നതായിട്ട് ഞാൻ അതിലൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അറിവില്ല. പിന്നെ അത് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി അതൊക്കെ പത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട്, സംസ്ഥാനത്തിന് സർവേ ചെയ്യാൻ പറ്റും. കേരള ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ ഡേറ്റ വേണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പൊ ഇത് ചെയ്യേണ്ടത് ബേസിക്കലി ഡയറക്ടർ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സെൻസസിൽ ഉപയോഗിക്കുന്ന പോലെ ടീച്ചേഴ്സിന് ഉപയോഗിക്കാൻ കഴിയും. ടീച്ചേഴ്സിന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് സെൻസസ് അല്ലാതെ വേറെ വർക്കിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. SECCയുടെ പ്രശ്നം അതായിരുന്നു. എന്യൂമറേറ്റേഴ്സ് അത്ര ക്വാളിഫൈഡ് അല്ല. അവർ കുറെ എല്ലാ കാര്യത്തിലും സോഷ്യലും ഇതിലും ചെയ്തിരുന്നു. പക്ഷെ ഒരു പ്രധാന കാര്യം, SECCക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് രജിസ്ട്രാർ ജനറൽ ഓഫ് സെൻസസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അത് മിക്കവാറും റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കാണും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് എടുത്താൽ ഗവൺമെന്റിന് വലിയ ഇതൊന്നും ഇല്ലാതെ സർവേ ലോഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അഫ്കോഴ്സ് ഇപ്പം സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് വെച്ചിട്ട് ഒരു ജാതിക്ക് പല രീതിയിൽ പറയാറുണ്ട്, കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, എന്യൂമറേറ്റർക്ക് അറിഞ്ഞിട്ടില്ല, ആയിരക്കണക്കിന് റെപ്പറ്റീഷൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിൽ സർവേ തുടങ്ങുന്നതിന് മുമ്പ് എക്സ്പേർട്സും ഗ്രൂപ്പ്സും കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സ് ഗ്രൂപ്പ്സുമായിട്ട് കുറെ ചർച്ച ചെയ്യേണ്ടി വരും. എന്നാലേ അവരുടെ പല വ്യൂസും അതിന്റെ മോഡിഫിക്കേഷൻസ് ഓരോ പ്രദേശത്ത് ലോക്കൽ നെയിംസിനെ പറ്റിയൊക്കെ ഒരു അറിവ് കിട്ടത്തുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഡിഫിക്കൽട്ട് കാര്യം, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സെൻസസ് എന്നുള്ളത് ആദ്യമേ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷിന് പറയാൻ പറ്റുമോ? അത് SECCയിലും പറഞ്ഞിട്ടില്ല, എന്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറ്റത് പറഞ്ഞിരുന്നു BPL കണ്ടുപിടിക്കാൻ, കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ്. ബട്ട് റിലേറ്റഡ് ടു കാസ്റ്റ് അത് ലിങ്ക് ചെയ്യോ എന്ന് ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ആണോ, സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണോ, ഡെവലപ്മെന്റൽ ഒബ്ജക്റ്റീവ് ആണോ, അത് ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രമാത്രം ഒരു ഗവൺമെന്റ് പറയും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഡൗട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു ഭയം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് നമ്മുടെ SECCയും ചെയ്തിരുന്നു, ഒരു പൈലറ്റ് വാലിഡേഷൻ. ചില ലൊക്കാലിറ്റീസിൽ പോയി ഇത് ചെയ്ത് നല്ല എക്സ്പേർട്സ് ഒക്കെ പരിശോധിച്ച് ആ മെത്തഡോളജി ചെയ്യേണ്ടതുണ്ട്. പിന്നെ കുറെ എൻവയറമെന്റ് ക്രിയേഷൻ ആവശ്യം. അത് ഒബ്ജക്റ്റീവ് ക്ലിയർ ആയാലേ എൻവയറമെന്റ് ക്രിയേഷൻ നടക്കത്തുള്ളൂ. ഈ സർവേ നടത്തുന്നു, എല്ലാവരും സഹകരിക്കണം എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ഇന്ന് കേരളത്തിൽ പല സർവേക്കും അൺഹെൽത്തി ഒബ്ജെക്ഷൻസ്, ഇതുപോലെ സെൻസിറ്റീവ് കാര്യങ്ങളിൽ പോലും അല്ല, ഇതെന്തിനാ കണക്കെടുക്കുന്നത് എന്ന് പലരും ഇന്ന് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് സർവേ, പ്രത്യേകിച്ച് ജനകീയാസൂത്രണം വന്നപ്പോൾ പഞ്ചായത്തുകളൊക്കെ 3-4 പ്രാവശ്യം പല സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്ഷൻ അങ്ങനെ ഉണ്ട്. അല്ലാത്ത വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ ഒബ്ജക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഒരു എൻവയറമെന്റ് ക്രിയേഷൻ,
ദിസ് ഡേറ്റ ഇസ് ഗോയിങ് ടു ബി വെരി റെലവൻറ്റ് എന്നുള്ളത് സെൻസസ് എന്നൊക്കെ ചെയ്യുന്ന പോലെ വേണ്ടി വരും. പിന്നെ SECCയുടെ ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി ഓഫ് ദ ഡേറ്റ. SEC ഡേറ്റ ഭയങ്കര തമാശയായി, ഈവൻ സോഷ്യോ എക്കണോമിക് ഡേറ്റ. അപ്പൊ ആ ഇന്റഗ്രിറ്റി ഓഫ് ദ ഡേറ്റ കുറെ അവർ ഫുൾ പ്രൂഫ് മെക്കാനിസംസ് ഒക്കെ വെച്ചിരുന്നു. പക്ഷെ ആ എഫക്റ്റീവ് സൂപ്പർവിഷൻ സിസ്റ്റം, അതായത് നല്ല സൂപ്പർവിഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിനൊരാൾ വരും, ഇത്ര പരിശോധിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് വേണ്ടി വന്നു. പിന്നെ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് ഡബിൾ എഡ്ജ്ഡ് ആണ്. ഒന്ന് വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് സർവേ ചെയ്ത് ഫ്യൂ ഡേയ്സിനകം അതിന്റെ റിസൾട്ട്സ് അനാലിസിസ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കമ്പ്യൂട്ടറിന്റെ ജാതിയുടെ പേരൊന്നും അറിയത്തില്ല. അപ്പൊ ഒരു സ്പെല്ലിംഗ് തെറ്റിയാൽ അത് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അത് കുറേയൊക്കെ ഡ്രോ ഡൗൺ മെനു വെച്ചിട്ടൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അത് എടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കും ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ. പിന്നെ ഇതിന്റെ ചെലവിന്റെ കാര്യവും നമ്മൾ പറയേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. SECCക്ക് 5000 കോടി രൂപയാണ് ചെലവഴിച്ചത്. റഫ്ലി നോക്കിയാൽ ഒരു ഫാമിലിക്ക് 100-200 രൂപ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കേരളത്തില് ഇതിന്റെ ഒരു 150 കോടിയെങ്കിൽ, ഇത് 9 വർഷത്തിന് മുമ്പുള്ള ചെലവാണ്, ഇത് 100-150 കോടി രൂപ വേണ്ടി വരും. പക്ഷെ നല്ല രീതിയിൽ ചെയ്താൽ ഇതിന് വളരെ ഗുണകരം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒന്ന്, ഈ കമ്മീഷൻസ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ദാറ്റ് വെറും ഒരു ഡിപ്പാർട്ട്മെന്റിലായിട്ട് വിടാതെ ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ, SC/ST കമ്മീഷനൊക്കെ ഇതിൽ ഒരു പ്രൊഫഷണലായിട്ട് ഫോർമലി ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ ഡേറ്റ കിട്ടണമെങ്കിൽ വെറും വീട്ടിൽ പോയി ഹൗസ് ഹോൾഡ് സർവേ വെച്ച് മിക്ക ഇമ്പോർട്ടൻറ്റ് ഡേറ്റയും കിട്ടത്തില്ല. ടെക്നിക്കലി കിട്ടും, പക്ഷെ അത്ര എളുപ്പമല്ല. ഫോർ എക്സാമ്പിൾ, എംപ്ലോയ്മെന്റ് ഡേറ്റ വളരെ ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയ്മെന്റ് ഡേറ്റ ഗവൺമെന്റിൽ, പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ, അവിടെ മാത്രം പോരാ, ഒരുപാട് ഏജൻസീസ് ഉണ്ട്, അതുപോലെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ആ പ്രോജക്ട്സ് ഒക്കെ 5 വർഷമൊക്കെ ആയിരിക്കും. ഇതിൽ നിന്നെല്ലാം ഇപ്പം കൂടുതൽ എംപ്ലോയ്മെന്റും ഇതുപോലത്തെ എംപ്ലോയ്മെന്റും, കുറച്ച് കോൺട്രാക്ട് എംപ്ലോയ്മെന്റ്, ഡെയിലി വേജസ് ഉണ്ട്. ഇതിലെല്ലാം ഓൾ ഓവർ ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല, ഒരു സോഷ്യൽ പരിഗണനയും കാണുന്നില്ല. അതിൽ ഏറ്റവും സഫർ ചെയ്തിട്ടുള്ളത് SC/ST ആണ്. പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ ആണ്. അതും എക്സെപ്റ്റ് ബിയോണ്ട് സ്വീപ്പറൊക്കെ വെച്ചിട്ട് ബാക്കി ഇതിൽ വലിയൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡേറ്റ എടുക്കാതെ നമുക്ക് ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് വരാനൊക്കത്തില്ല. ടെക്നിക്കലി വീട്ടിൽ പോയി ചോദിച്ചാൽ ഇതൊക്കെ കിട്ടും, പക്ഷെ അത് കമ്പയർ ചെയ്ത് എടുക്കാൻ കുറച്ചുകൂടെ അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ ഒരു ഡേറ്റ വേണോ വേണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ റെപ്രസെന്റേഷൻ, SC/STയുടെ ഡേറ്റ ഉണ്ട്, മറ്റു കമ്മ്യൂണിറ്റീസിന്റെ ഡേറ്റ ഇല്ല, അത് വേണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. എന്തായാലും ഇതിനു വേണ്ടി ഒരു കെയർഫുൾ ആയിട്ട് ഒരു ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻ, ഫോക്കസിങ് ഓൺ ദ ഗെയിംസ്, അൾട്ടിമേറ്റ് ഗെയിംസ് ആയിട്ട്, ഒരു നോൺ അഡ്വേഴ്സറിയലായിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടി വരും. അത് ഈ ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും പറഞ്ഞുകൊണ്ട് ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. വിജയാനന്ദ സാറ് ഈ സെൻസസിനെ കുറിച്ചുള്ള അതിന്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എനിക്കൊരു സംശയമുള്ളത്, ഇങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ ഈ സർവേ നടത്തുന്നതിനെ സംബന്ധിച്ച് ക്ലിയറായി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയറായി ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത്? അപ്പൊ എക്കണോമിക് പർപ്പസ് ആണ്, അവരുടെ സാമ്പത്തികമായ പുരോഗതിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ അച്ചീവ്മെന്റ് ആണ്, അതായത് സമൂഹത്തിലുള്ള അവരുടെ പ്രശ്നം എന്താണ് ഓരോ വിഭാഗത്തിൻ്റെയും എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ അതിനെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പാരാമീറ്റേഴ്സ് വേണം അതിൽ കൊടുക്കേണ്ടത്. ഇപ്പൊ SC/STയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇത്രയും കാലം സാമ്പത്തികമായും അല്ലാതെയുമായിട്ടുള്ള കുറെ പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത്, ഇന്ത്യയിലാകെയും. പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ ജനവിഭാഗങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെയാകും പദ്ധതികൾ വഴി ഇപ്പോൾ SC/STയുടെ പൊസിഷൻ എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ SC/ST പോപ്പുലേഷൻ എത്ര? 35 ലക്ഷമാണെങ്കിൽ
അതിൽ എത്ര പേർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് ഒരു മിനിമം ലിവിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിൽ അതുവഴി ഏത് രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമില്ല. അപ്പോൾ എൻ്റെ ദൃഢമായ വിശ്വാസം വളരെ അപൂർവമായി മാത്രമേ ഈ ബെനിഫിറ്റ്സ് എല്ലാം ജനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു അസസ്മെന്റ് ആവശ്യമാണ്, ജനങ്ങൾ എവിടെ എത്തി എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അവരുടെ പോപ്പുലേഷൻ എത്രയാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എത്രയാണ്, അവരിപ്പോൾ സമൂഹത്തിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നു, അപ്പൊ അവർക്ക് ഇനി പുരോഗതി അതിനേക്കാൾ മുന്നോട്ട് ആവശ്യമാണോ എന്നുള്ള രീതിയിലുള്ള പാരാമീറ്റേഴ്സ് നമ്മുടെ ഈ സർവേ നടത്തുകയാണെങ്കിൽ അതിൽ ഉണ്ടായിരിക്കണം. അത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ മാത്രമല്ല, ഫോർവേഡ് കമ്മ്യൂണിറ്റിയും വേണം. ഫോർവേഡ് കമ്മ്യൂണിറ്റീസിൽ ആരൊക്കെ ഉണ്ട്, അതിൽ ഓരോ കമ്മ്യൂണിറ്റിയും ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നു, അവർ നമ്മുടെ രാജ്യത്തെ സമ്പത്തിന്റെ എത്ര ഭാഗം അല്ലെങ്കിൽ എന്തുമാത്രം അവർ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ സമ്പത്തൊരു ടോട്ടൽ 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, 100 പോയിന്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഓരോ വിഭാഗത്തിലുമുള്ള ആൾക്കാർ എത്ര പോയിന്റ്സ് ആണ് ഓരോ വിഭാഗത്തിൽ. ഇപ്പൊ ഫോർവേഡ് കമ്മ്യൂണിറ്റിക്ക് 100 പോയിന്റ്സിൽ എത്ര പോയിന്റ്സ് ആണ് അവർ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അവര് ഈ ടോട്ടൽ 100ൽ എത്ര പോയിന്റ്സ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്, SC/ST എത്ര ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അത് എംപ്ലോയ്മെന്റ് ആയാലും സാമ്പത്തികമായാലും സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതോടുകൂടി തന്നെ പോപ്പുലേഷന്റെ ഷെയർ എത്രയാണെന്ന് കൂടെ അറിയണം. അപ്പൊ അതിലൊരു ഡിസ്പാരിറ്റി ഉണ്ടാകും. ആ ഡിസ്പാരിറ്റി ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കി ആ രീതിയിലുള്ള പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുമില്ല, ജനങ്ങൾക്കുമില്ല. മുൻപ് ഉണ്ടായിരുന്ന കുറെ പദ്ധതികൾ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആരെങ്കിലും കുറെ പേർ ആവശ്യപ്പെടുന്ന കുറച്ച് പദ്ധതികൾ വീണ്ടും ആഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ പദ്ധതികൾ തന്നെയാണോ വേണ്ടത്, അതിനെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡൈവേർഷൻ വേണോ എന്ന് പോലും അറിയത്തില്ല. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ SC/STക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പഠിക്കുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. എങ്കിലും SC/ST വിഭാഗം എന്തുകൊണ്ട് പിന്നോക്കം നിൽക്കുന്നു? അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലിമിറ്റഡ് ആയിട്ടായാലും കുറെയെങ്കിലും ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഒന്നുമില്ലാത്ത സ്ഥാപനങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് അതിന്റെ ഷെയർ കിട്ടുന്നില്ല, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജനറലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ പ്രൈവറ്റ് സെക്ടറിലാണ് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ ഏതാണ്ട് 99%. ഇതിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഷെയറുമില്ല. ഇത് ഉണ്ടാക്കുന്നത് ഈ സ്ഥാപനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മെജോറിറ്റിയും ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും. അവരവരുടെ ഷെയർ എന്താണ്, അവരവർക്ക് എത്രയാണ് ഈ രാജ്യത്തിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത്, അതൊരു ഡെവലപ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടെ ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു വിഭാഗം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് ഒരു 50% ആണ് പോപ്പുലേഷൻ എങ്കിൽ അവരിവിടുത്തെ സമ്പത്തിന്റെ 80% കൈകാര്യം ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഡ്യൂ ഷെയർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സർവേയുടെ ഭാഗമായിട്ട് എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാകണം, എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാകണം, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസിനെ സംബന്ധിച്ചുള്ളത്. എഡ്യൂക്കേഷനിലും സാമ്പത്തികമായും അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സർവേ ആവശ്യമാണ്. അപ്പൊ സർവേയിൽ എന്തെല്ലാം കാര്യങ്ങൾ സർവേ നടത്തണം, അതിലുള്ള ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം, അല്ല ഏതെല്ലാം കമ്മ്യൂണിറ്റി, വിജയാനന്ദ സാർ പറഞ്ഞതുപോലെ ആദ്യമായി നമ്മൾ കമ്മ്യൂണിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ പേര് എന്തായാലും ശരി, അതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ആക്കി ഐഡന്റിഫൈ ചെയ്ത് ആ കമ്മ്യൂണിറ്റികൾ
എത്രയാണ് അവരുടെ ഓരോ കാറ്റഗറിയും ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ കുറെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാകും. ഇതുപോലെ തന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിനെയും ഐഡന്റിഫൈ ചെയ്യണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയണമല്ലോ. അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ പൊതുവായ പുരോഗതിയാണെങ്കിൽ എല്ലാവർക്കും പുരോഗതി കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം വളരെ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം കിട്ടത്തക്ക രീതിയിൽ എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ ഡേറ്റ അവൈലബിൾ ആകണം. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോഴും ഡേറ്റയുടെ അഭാവമാണ് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മൾ ആവശ്യക്കാർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. വ്യക്തമായും ഇങ്ങനെയുള്ള ഡേറ്റ ഉണ്ടാകണം. ആ സർവേ നടത്തുമ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ഈ ഡേറ്റ എന്തെല്ലാം പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്, ക്വസ്റ്റ്യനറി എന്തൊക്കെയാണ് വേണ്ടത്, കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, SC/ST കമ്മ്യൂണിറ്റീസ് ആർ ഓൾറെഡി ഐഡന്റിഫൈഡ്. SC/ST കമ്മ്യൂണിറ്റീസ് സംബന്ധിച്ചിടത്തോളം ആ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നേരത്തെയുള്ള ഡിസ്കഷനിൽ വന്നു. അത് പ്രധാനമായും നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ തമിഴ് ബ്രാഹ്മൺ ഡോമിനേഷൻ ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് മലയാളി മെമ്മോറിയൽ ഉണ്ടായത്. മലയാളി മെമ്മോറിയൽ ഉണ്ടായപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക്, കേരളത്തിലുള്ള ബ്രാഹ്മിൺസിനും അപ്പർ കാസ്റ്റിനും എല്ലാം ഭരണത്തിൽ അവരുടെ ഒരു പങ്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ കൊടുത്തപ്പോൾ അതിന് ഡിസ്കഷൻ വിളിക്കുകയും അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. അതേസമയം അതിനുശേഷം ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഇത് കാര്യമായി പരിഗണന കിട്ടുകയോ അതിനൊരു പരിഹാരം ഉണ്ടാവുകയോ ഉണ്ടായില്ല. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിച്ചപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായില്ല. അപ്പൊ എപ്പോഴും നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ അത് ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിന് പരിഹാരം കാണാൻ ഭരണവർഗം എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നോക്കക്കാരൻ വരികയാണെങ്കിൽ അവർ ജസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷൻ കൊടുത്താലും അതിന് പരിഹാരമില്ല. പിന്നെ അതിനേക്കാൾ താഴെയുള്ള പട്ടികജാതി പട്ടികവർഗത്തിന്റെ കാര്യം പിന്നെ അവർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ പോലും ഒരു ഒരു അവകാശം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും പട്ടികജാതി പട്ടികവർഗ തുടങ്ങിയുള്ള പിന്നോക്കക്കാരുടെ എല്ലാം അവകാശങ്ങൾ പരിഗണിക്കുന്നത് ഏതെല്ലാം രീതിയിലാണോ തടയപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ഈ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ EWSന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയാലും അതിനുശേഷം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായാലും, അപ്പൊ ഈ ഭരണം ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മുടെ ഈ സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തിയിരിക്കുന്നു. അപ്പൊ അതിന് പ്രധാനമായും ജനങ്ങൾ എന്താണ്, ജനങ്ങളുടെ ഡേറ്റ എന്താണ്, ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവരെ സംബന്ധിച്ചുള്ള ഡേറ്റ മസ്റ്റായും നമുക്ക് അവൈലബിൾ ആകണം. നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് മൊത്തം സമർപ്പിച്ചാലും അത് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തടഞ്ഞു വെക്കുന്നത്? അതിനുള്ള ആൻസർ നമുക്ക് കിട്ടണം. അതിന് നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് മാത്രം കഴിയുമെന്നുള്ള ധാരണ എനിക്കില്ല. അതിന് വേണ്ടത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാര്, പിന്നോക്ക സമുദായ നേതാക്കന്മാര്, അവർക്കെല്ലാം അവരെയെല്ലാം ഇത് ബോധ്യപ്പെടുത്തി സർക്കാരിന്റെ, അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മുന്നിൽ ഈ ഒരു ആവശ്യകത എത്തിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാക്കുകയും വേണം. ഏതായാലും ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പ്രശ്നമാണല്ലോ ഉള്ളത്. അപ്പൊ ഈ ഡേറ്റാസ് അവൈലബിൾ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/STക്കും വേണ്ടിയുള്ള പദ്ധതികളൊന്നും നടപ്പാക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും പട്ടികജാതി പട്ടികവർഗങ്ങളും എന്താണ് എന്ന് അവരെങ്കിലും അറിയണമല്ലോ. അവർക്ക് പോലും അറിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിൽ നിർത്തുന്നത്?
ഇതിനൊരു ആൻസറാണ് നമുക്ക് വേണ്ടത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മിസ്റ്റർ ജോഷിയോട് ഇത് ഓർഗനൈസ് ചെയ്തതിന് വളരെ നന്ദി. ഞാൻ ഈ മിസ്റ്റർ വിജയാനന്ദിൻ്റെയും മിസ്റ്റർ മാവോജിയുടെയും പ്രസൻറ്റേഷൻസ് കേട്ടു. അതിൽ എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് തന്നത്. ഞാൻ പറയാൻ പോകുന്ന എൻ്റെ മെയിൻ പോയിന്റ്, ഞാൻ വളരെ ചുരുക്കം സമയത്തിൽ പറയാൻ പോകുന്നത്, ഈ സെൻസസ് എന്തുകൊണ്ട് നടത്തണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഇന്ത്യയിലല്ലാതെ വേറെ ഒരു കൺട്രിയിലും ഫേസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ എല്ലാ ഡെമോക്രസിയിലും മറ്റ് രാജ്യങ്ങളിലും എപ്പോഴും എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ സെൻസസ് എപ്പോഴും നടന്നിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ നടന്നു, ചൈനയിൽ ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റീസിനെയും സൂക്ഷ്മമായിട്ട് സെൻസസിൽ ചൈനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട്. ഇന്ത്യ മാത്രം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തുകൊണ്ട് ചില കമ്മ്യൂണിറ്റീസിനെ മാത്രം ബേസിക്കലി OBC ആൻഡ് അപ്പർ കാസ്റ്റ്, ഈ രണ്ട് കമ്മ്യൂണിറ്റീസിനെ മാത്രം എന്തുകൊണ്ടാണ് സെൻസസിന്റെ പുറത്ത് നിൽക്കുന്നതെന്ന് ലോകത്തോട് ഉത്തരം പറയേണ്ടതാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഈ ഇന്നത്തെ ഇന്റർ കണക്റ്റഡ് കമ്മ്യൂണിറ്റിയിലെ എല്ലാ രാജ്യങ്ങളെ കുറിച്ചുള്ള, എല്ലാ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള സിറ്റുവേഷനും വിവരവും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരുന്നാൽ എനിക്ക് അമേരിക്കയിലെ എല്ലാ സകല കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും എനിക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നടത്തണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഇതൊരു നോർമൽ ഗവൺമെന്റ്, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നടത്തേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നടത്തുന്നില്ല? അതിനെക്കുറിച്ച് കൺവിൻസിംഗ് ആയിട്ട് ഒരു ആൻസർ തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ലേറ്റസ്റ്റ് സുപ്രീം കോർട്ടിൽ അതിനെതിരെ ഉള്ള ഒരു കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആക്ച്വൽ കൗണ്ടറിന്റെ കോപ്പി. അതിൽ ഒരു വളരെ ഫേമസ് ലോയർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് ഉള്ളെങ്കിൽ അത് മാത്രം പറയണം, നിങ്ങൾ ജയിക്കും. 2 ആർഗ്യുമെന്റ് ഉണ്ട്, 3 ആർഗ്യുമെന്റ് ഉണ്ട്, 4 ആർഗ്യുമെന്റ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ 5, 6, 7, 8 ആർഗ്യുമെന്റ് പറയുന്നത്. ആ കൗണ്ടറിൽ നോക്കിയാൽ ഒരു 10,000 ആർഗ്യുമെന്റ് പറയണം എന്തുകൊണ്ട് നടത്താൻ പാടില്ല എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു കൺവിൻസിങ് ജെന്യൂൻ ആർഗ്യുമെന്റ് ഇല്ല. ഇത് എന്തുകൊണ്ട്, അത് പറയാൻ ഉണ്ട്, പക്ഷെ അത് പറയാൻ അവർക്ക് ധൈര്യമില്ല. അപ്പോൾ ഈ ഒരു ജെന്യുവൻ ആർഗ്യുമെന്റ് ഗവൺമെന്റ് വെക്കണം. എന്തുകൊണ്ടാണ് ഇത് വെക്കാത്തത്? അല്ലാതെ സ്പെക്യുലേറ്റീവ് ആർഗ്യുമെന്റ് അല്ല. അപ്പോൾ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ട് ആർഗ്യുമെന്റ് പറയുന്നത് ഇത് ഈ കാസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. പക്ഷെ ഇത്ര 1872 മുതൽ 1941 വരെ 8 പ്രാവശ്യം സെൻസസ് നടത്തി. അത് കാരണം ഒരു കാസ്റ്റ് കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായത്. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു ഭയമാണെങ്കിൽ വാസ്തവത്തിൽ ഇവിടെ ഈ റിലിജൻ സെൻസസിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാസ്റ്റ് റയറ്റ്സോ കാസ്റ്റ് കോൺഫ്ലിക്റ്റോ ഒരു മാസ് സ്കെയിലിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു വാലിഡ് റീസൺ അല്ല. മറ്റൊരു രാജ്യത്തും അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് 8 സെൻസസ് നടന്നു. 8 സെൻസസിലും എല്ലാ കമ്മ്യൂണിറ്റീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ മുതൽ ഇവിടെ ഒരു ബേസിക്കലി ഒരു സവർണ റൂൾ തുടങ്ങിയ പിന്നെ ഇവിടെ സെൻസസിൽ നിന്നും സവർണാസിനെയും OBCസിനെയും എന്തുകൊണ്ട് പുറത്താക്കി നിർത്തുന്നു, അതിൻ്റെ റീസൺ എന്താണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കൺവിൻസിങ് അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തേണ്ടതാണ്. അതൊരു ഇന്റർനാഷണൽ ഗ്ലോബൽ പ്രാക്ടീസ് ആണ്. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള ഒരു 5-6 മിനിറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കാം ഇത് ഇവരെ പുറത്താക്കാനുള്ള റീസൺ. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഇത് ടെക്നിക്കൽ റീസൺ അല്ല, ഇത് ബ്യൂറോക്രാറ്റിക് റീസൺ അല്ല, ഇത് ടെക്നോളജിക്കൽ റീസൺ അല്ല, ഇത് ഇംപ്ലിമെന്റേഷൻ റീസൺ അല്ല. മിസ്റ്റർ ജോഷി പറഞ്ഞതുപോലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു 99% ഓഫ് ദി 2011 കാസ്റ്റ് ഡേറ്റ ആക്യുറേറ്റ് ആണ്, അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് പറഞ്ഞു. ഒരു ലെസ് ദാൻ 1% മാത്രമേ ഡേറ്റയിൽ കുഴപ്പമുള്ളൂ. അപ്പോൾ ഈ
പാവം മലപ്പുറത്തുള്ള മാപ്ലാസിനെ ബ്ലെയിം ചെയ്തത് ആസ് യൂഷ്വൽ വെറുതെ ഒരു കമ്മ്യൂണൽ ആംഗിൾ വെച്ചിട്ട് അവരെ ബ്ലെയിം ചെയ്യാണ്, അല്ലാതെ അത് കാരണമൊന്നുമല്ല ഇവിടെ സെൻസസ് ബ്ലോക്ക്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ റീസൺസ് ആർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ. അപ്പോൾ അതെന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് അതിനെയാണ് നമ്മൾ, അല്ലാതെ ഇത് ഡേറ്റ ഡെവലപ്മെന്റിന് ആവശ്യമുണ്ട്. മിസ്റ്റർ മാവോജിയും മിസ്റ്റർ വിജയാനന്ദ് രണ്ടുപേരും പറഞ്ഞു, ഫ്രം എ ഡെവലപ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ ഡേറ്റ ഓൾവേസ് ഹെൽപ്സ്. ഡേറ്റ കൊണ്ട് ഒരു ഡേറ്റ ഇല്ലാത്തതാണ് പ്രോബ്ലം, ഡേറ്റ ഉള്ളതല്ല പ്രോബ്ലം. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ റീസൺ? പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റീസൺ നോക്കിയാൽ വളരെ വ്യക്തമാണെന്ന് വെച്ചാൽ അത് ഈ റൂളിംഗ് ഓളിഗാർക്കിക്ക് അത് സൂട്ടബിൾ അല്ല. ദ ഡിസിഷൻ മേക്കേഴ്സ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്ലാസ്സസ് ദാറ്റ് ആർ റൂളിംഗ് ഇന്ത്യ, അവർക്കത് ബെനിഫിഷ്യൽ അല്ല. അതുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്യുന്നു. പല എക്സ്ക്യൂസസ് നമ്മുടെ ബെനിഫിറ്റിനല്ല നമ്മളോട് പറയുന്നു. അത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫാക്ടിന് ഒരു ആസ്പെക്റ്റാണ് നോക്കേണ്ടത്. അതായത് ഈ യൂറോപ്യൻസ് ഇവിടെ വരുന്നത് വരെ ഇവിടെ ആരും സെൻസസ് നടത്തിയിട്ടില്ല. ഇവിടെ ഒരു രാജാക്കന്മാരും ഈ ഫ്യൂഡൽ റൂളും ബ്രാഹ്മണിക്കൽ റൂളും ഒക്കെ ആയിരുന്ന സമയത്ത് ആരും സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഈ ഫോറിനേഴ്സൊക്കെ വന്ന് എഴുതിയെന്നല്ലാതെ അവർ സ്വയം അവരുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് എഴുതിയെന്നല്ലാതെ ഈ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ ഒരു സെൻസസോ ഒരു ഡേറ്റയോ അവരെക്കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു അനാലിസിസ് നടത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് സിസ്റ്റമാറ്റിക് ആദ്യം കുറച്ച് സെൻസസ് ഒക്കെ നടത്തി. സെൻസസ് എന്ന് വെച്ചാൽ കൗണ്ടിങ് എവ്രി വൺ, സർവേ എന്ന് വെച്ചാൽ ചില ആൾക്കാരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും എണ്ണുന്ന മാൻഡറ്റോറിലി നിയമത്തിൻ്റെ ബലം ഉപയോഗിച്ച്. അപ്പോൾ ഈ സെൻസസ് ആക്ടിൽ കൂടെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട് ആൻസർ ചെയ്യാൻ, നമ്മളുടെ എതിരെ കേസ് എടുക്കാൻ നമ്മൾ ആൻസർ ചെയ്തില്ല എങ്കിൽ. ഈ 2011 സെൻസസ് ആക്ടിൻ്റെ അടിയിലല്ല നടന്നത്. അതുകൊണ്ട് ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഇല്ലായിരുന്നു ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വീക്കൺ ചെയ്തു. അപ്പോൾ അത് ഒരു തെറ്റായിട്ട് അതിനെ അണ്ടർമൈൻ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ ഈ സെൻസസ് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ബ്രിട്ടീഷുകാർ തുടങ്ങിയത് പല റീസൺസ് ആയിട്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഇൻട്രസ്റ്റിലല്ല, അവരുടെ ഇൻട്രസ്റ്റിലാണ്. അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിനുള്ള കമ്മ്യൂണിറ്റീസിനെ ഈ ബ്രാഹ്മിൻ റൂളിനെതിരെ അണിനിരക്കുക, അവരെ അവേക്കൺ ചെയ്യുക, അവരെ സ്ട്രെങ്തൻ ചെയ്യുക. ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ, ദ്വിജ ഡോമിനേഷനെതിരെ ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു പേർപ്പസ് ആയിരുന്നു, ഈ പൊളിറ്റിക്കൽ പേർപ്പസ് ആയിരുന്നു ഈ സെൻസസ് തുടങ്ങുമ്പോൾ. അത് ഇഫക്റ്റീവ് ആവുകയും ചെയ്തു. 1872 സെൻസസ് തുടങ്ങുന്നത്. 1895 or 99, Mr. Vijayanand may know better, Malayali Memorial was presented in 1890s. 95 ആയിരുന്നു 99 ആയിരുന്നു എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. either 95 or 99 മലയാളി മെമ്മോറിയൽ പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1905, if I remember right, സാഹു മഹാരാജ് ബ്രാഹ്മിൻസിനെ മലയാളി മെമ്മോറിയലും ബ്രാഹ്മിൻ ഡോമിനേഷനെതിരെയായിരുന്നു. സാഹു മഹാരാജും ബ്രാഹ്മിൻ ഡോമിനേഷനെതിരെ മറ്റ് കമ്മ്യൂണിറ്റീസിന് വേണ്ടി റിസർവേഷൻ തുടങ്ങി. 1918 ബ്രാഹ്മിൻ ഡോമിനേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മൈസൂരിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. മൈസൂരിൽ റിസർവേഷൻ കൊടുത്തു. 1921 പെരിയാർ വരുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റിസ് പാർട്ടി റിസർവേഷൻ വേണമെന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി അസംബ്ലിയിൽ. അവിടെ റിസർവേഷൻ ബ്രാഹ്മിൻസിന്റെ നമ്പർ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ബ്രിട്ടീഷ് വിചാരിച്ചതുപോലെ തന്നെ 1872 ആദ്യത്തെ സെൻസസ് ചെയ്തു. 1881 രണ്ടാമത്തെ സെൻസസ്, 1891 അടുത്ത സെൻസസ് 1901. ഈ 1901 പിന്നെ 1911 പിന്നെ 1921. ഈ 1921 സെൻസസ് ആയപ്പോഴത്തേക്ക് 4-5 സ്ഥലങ്ങളിൽ ബ്രാഹ്മിൻ ഡോമിനേഷൻ കൂടുതലുണ്ട്, അതിനെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് വന്നു, റിസർവേഷൻ വന്നു. അപ്പോൾ റിസർവേഷൻ തുടങ്ങിയത് ഈ ആന്റി ബ്രാഹ്മിൻ മൂവ്മെന്റിൽ നിന്നാണ്, സെൻസസ് കാരണമാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു വളരെ വ്യക്തമാണ്. ഈ സെൻസസിൽ നിന്നാണ് ഇവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റും ഒരു റിസർവേഷൻ ഉണ്ടാകണം എന്നുള്ളൊരു മൂവ്മെന്റ് തുടങ്ങിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് പ്രൊവിഷൻസ് വന്നു. സമത്വത്തിൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് വന്നു.
സ്വാതന്ത്ര്യത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വന്നു. 15, 16, 17, 18 4 ക്ലോസസ് ഓൺ ഇക്വാളിറ്റി വന്നു. അതിൽ 15 and 16 റിസർവേഷൻ വന്നു. ലെജിസ്ലേച്ചറിൽ, പാർലമെന്റിലും ലോക്സഭയിലും നിയമസഭകളിലും റിസർവേഷൻ ക്ലോസസ് വന്നു. അപ്പൊ ഇത് ഈ 1950 വന്ന പ്രൊവിഷൻസും ഈ സെൻസസിന്റെ റെക്കോർഡ്, അതായത് സെൻസസ് വലിയൊരു ഫോഴ്സിനെ ഇളക്കി വിട്ടു എഗൻസ്റ്റ് ബ്രാഹ്മിൻ ഡോമിനേഷൻ between 1872 and 1931. 41 സെൻസസ് വാസ് വെരി ട്രങ്കേറ്റഡ്, വാർ നടക്കുന്നുണ്ട്, ഇറ്റ് വാസ് നോട്ട് ഫുള്ളി ഡൺ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സെൻസസിന്റെ പൊട്ടൻഷ്യലും ഈ റിസർവേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സോഷ്യൽ ജസ്റ്റിസ് പ്രൊവിഷൻസിന്റെ പവറും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്ൻ ചെയ്യാൻ ഒക്കാത്ത, അതായത് ഈ ഓളിഗാർക്കിക്ക് തടയാൻ ഒക്കാതെ അവരെ മാറ്റിക്കളയുന്ന ഒരു വലിയൊരു റിയാക്ഷൻ ഈ സൊസൈറ്റിയിൽ ഉണ്ടാകും എന്ന് പേടിച്ച് ഈ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെൻസസ്, ഈ രണ്ട് സോഷ്യൽ ജസ്റ്റിസ്, ഈ രണ്ടും സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും സെൻസസും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് 1950 തന്നെ നെഹ്റുവിന്റെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുന്നത് 1951 സെൻസസ് മുതൽ ഈ OBCയെ പുറത്താക്കുക എന്ന് വെച്ചാൽ OBC ഡിമാൻഡിന് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെയും ബലത്തിൽ കൂടെ കൂടുതൽ ഡിമാൻഡ് വരരുത്. അതുപോലെ തന്നെ ഈ അവർക്ക് അൺഡ്യൂ ഷെയർ ഉണ്ടെന്ന് കാണിക്കാതിരിക്കാൻ അപ്പർ കാസ്റ്റിനെയും പുറത്താക്കുക എന്നുള്ളൊരു ടാക്ടിക്കൽ ഡിസിഷൻ അവരെടുത്തു. അത് കഴിഞ്ഞ് ഇത് 8ാമത്തെ സെൻസസ് ആണ്. ഈ 8 സെൻസസിലും ഈ 2 കമ്മ്യൂണിറ്റീസിനെയും പുറന്തള്ളിയിരിക്കാൻ, തിരിച്ച് കൊണ്ടുവരണോ തിരിച്ച് ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ പുറകെ ഈ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള, സോഷ്യൽ ചേഞ്ചിനെയും സോഷ്യൽ റെവല്യൂഷനെയും ബ്ലോക്ക് ചെയ്യാനുള്ള ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ ഈ സെൻസസ് ഡിനൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ ജസ്റ്റിസിൽ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും ഈ സെൻസസ് നടത്തണം എന്ന് തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യണം. ആ ഡിമാൻഡിന് ഒരു പോപ്പുലർ മൂവ്മെന്റ് ഉണ്ടാകണം. നോർത്ത് ഇന്ത്യയിൽ അത് വളരെ ശക്തമായി വന്നിട്ടുണ്ട്. സംഭവം കേരളത്തിൽ ഇതിനെക്കുറിച്ച് വലിയൊരു ഒരു വേക്കണിങ് വന്നിട്ടില്ല. അത് ഉണ്ടാകണം. അത് നമ്മുടെ ഈ താമസിയാതെ മിസ്റ്റർ ജോഷി നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ടു ദ ഗവൺമെന്റ്. ഇവിടെ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് സെൻസസ് നടത്തണമെന്ന്. BJPയുടെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ സെക്ഷന്റെ ഹെഡ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നടത്തട്ടെ എന്ന് അവർ തന്നെ പറയാണ്. എന്ന് വെച്ചാൽ അവർക്ക് നാഷണൽ ലെവലിൽ അവർക്ക് നടത്തില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവർ പറയുന്നത് ഇപ്പോൾ അവർ തന്നെ പറയാണ് സ്റ്റേറ്റ് ലെവലിൽ നടത്തട്ടെ എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ലെവലിൽ നടത്തിയാൽ നാഷണൽ ലെവലിൽ ഇനി ഒബ്ജക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലെവലിലെങ്കിലും കേരളത്തിലെ നമ്മുടെ സ്റ്റേറ്റിലെങ്കിലും ഇത് നടത്തിക്കണം എന്ന് വലിയൊരു ഡിമാൻഡ് വരണം. നാഷണൽ ലെവലിൽ നടത്തണം. ഈ സെൻസസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ് കുറെ കൂടെ ശക്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. വളരെ നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, മറാത്ത റിസർവേഷനെ സംബന്ധിച്ച് കേസ് വന്നപ്പോഴാണ് 2011 ഡാറ്റ അത് ഇൻകംപ്ലീറ്റ് ആണെന്നും അത് റിലേ ചെയ്യാൻ പറ്റില്ല എന്നും ഇപ്പോൾ ഗവൺമെന്റ് സെക്രട്ടറി അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് പോപ്പുലേഷൻ ഫിഗേഴ്സ് അനുസരിച്ച് അവരുടെ സോഷ്യൽ, ഇക്കണോമിക്കൽ, എഡ്യൂക്കേഷണൽ, മറ്റു ഡാറ്റാസിന്റെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ, അതല്ല അതിന്റെ പുതിയ രൂപമായി നീതി ആയോഗ് പ്ലാനിംഗ് നടത്തേണ്ടതും നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ അവസ്ഥയ്ക്കും ക്ഷേമ പദ്ധതികൾക്കും രൂപം കൊടുക്കേണ്ടത്. 90കളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് നിലപാടെടുത്ത ഡാറ്റാസ് അവൈലബിൾ അല്ല. പക്ഷെ അന്ന് 52% എന്നുള്ള ഒരു ഡാറ്റ സ്വീകരിക്കപ്പെടുകയും 27% മാത്രം സംവരണം അതർ ബാക്ക്വേർഡ് ക്ലാസസിന് അനുവദിക്കുകയും പിന്നെ കണ്ടീഷൻസ്
ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അതിനകത്ത് വേറെ വന്നു, ക്രീമി ലെയർ അതും ഇതുമൊക്കെ. പക്ഷെ അപ്പോഴും അവർ പറയാൻ ഉദ്ദേശിച്ചതും ഡാറ്റ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ, ഡാറ്റ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് വെൽഫെയർ മെഷേഴ്സ്, ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡാറ്റ ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ കാസ്റ്റ് സെൻസസ് നടത്താതിരിക്കണം. 2011 സെൻസസിന് തന്നെ ഇപ്പോൾ അത് ഓതന്റിക് അല്ലെന്ന് പറയുന്നു. എന്തുകൊണ്ട് പുതിയ സെൻസസ് ഇതിൽ കാസ്റ്റ് പെടുത്തിക്കൂടാ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഒരു ഡാറ്റ ഇല്ലാതെ ഇവരെന്ത് പ്ലാനിംഗ് ആണ് നടത്താൻ പോകുന്നത്? എങ്ങനെയാണ് അർഹതപ്പെട്ട അവഗണിക്കപ്പെട്ടവർക്കും ബാക്ക്വേർഡ് ക്ലാസസിനും എങ്ങനെയാണ് ഒരു ആനുകൂല്യം കൊടുക്കാൻ പോകുന്നത്? അവരുടെ ഡാറ്റ ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാസ്റ്റ് സെൻസസ് വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയുന്നില്ല. ഇപ്രകാരം ഒരു വേദി ഒരുക്കി തന്ന ഡോക്ടർ മോഹൻകുമാറിനോടും എൻ്റെ സുഹൃത്ത് ശ്രീ VR ജോഷിയോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Respected Mohan Gopal ji sir, most reputed, internationally reputed jurist, Mr. Professor S.M. Vijayanand sir, most eminent administrator in Kerala, and also B.S. Maoji, the present SCST commissioner, and other dignitaries, and my dear friends. What happened in 1947? Ambedkar said British Raj is changed into Brahmin Raj. British Raj is changed into Brahmin Raj. That's what has happened in 1947. Dr. B.R. Ambedkar is not at all satisfied with that transition. Actually, according to him, according to BBC interview given by Babasaheb Ambedkar at the time of partition, he said most inefficient Prime Minister of England is Attlee. And Attlee is responsible for India's independence. അപ്പോൾ ഈ കാസ്റ്റ് സെൻസസ് ബ്രിട്ടീഷുകാർ നടത്താൻ തീരുമാനിച്ചത് തന്നെ ഇവിടെ ദ്വിജന്മാരുടെ, ബ്രാഹ്മണ നേതൃത്വത്തിലുള്ള ദ്വിജന്മാരുടെ അധികാരം ഇല്ലായ്മ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഇന്ത്യയിലെ മൂക ജനകോടികൾ എന്ന് പറയപ്പെടുന്ന അയിത്തജാതിക്കാർക്ക് അവരെ എന്താണ് ചെയ്യുക എന്ന് വിസ്റ്റൺ ചർച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 1947 ഈ അധികാര കൈമാറ്റം തന്നെ കുറച്ച് ഇമ്മേച്ചറാണ്. ഞാൻ ബ്രിട്ടീഷ് രാജ്യത്തിന് വേണ്ടി വാദിക്കുകയല്ല. അന്ന് പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് ഈ 1857 ഉണ്ടായ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ശിപായി മ്യൂട്ടിനി എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള ലഹളകൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ട്രൂപ്പ് മൂവ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ഒരു കാരണമാണ് അന്ന് സ്വാതന്ത്ര്യം തരാനായിട്ട്. പിന്നെ ഈ കോളേജ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സാമ്പത്തികമായിട്ടും വലിയ ബെനിഫിറ്റ് ഇല്ല, അതുകൊണ്ട് ഉപേക്ഷിച്ച് പോയതാണ്. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ നടത്തിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. അവർക്കതൊരു ലയബിലിറ്റി ആയിട്ട് തോന്നിയപ്പോൾ അവർ ഓടിപ്പോയതാണ്. പിന്നെ ഈ ബ്രാഹ്മണ ഭരണം ആരംഭിച്ചപ്പോൾ 1947 ഈ കോൺഗ്രസ് ഭരിച്ചോട് കൂടിയിട്ട് നമ്മുടെ അവസ്ഥയൊക്കെ വളരെ പരമദയനീയായി. 1951 സെൻസസ് എടുത്തപ്പോ അവര് ജാതി കൗണ്ട് ചെയ്തല്ലേ. ജാതി കൗണ്ട് ചെയ്യാത്തൊരു സെൻസസ് എന്ന് പറഞ്ഞാല് വേസ്റ്റ് ഡാറ്റ. സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഡാറ്റ ഒരു വേസ്റ്റ്, ഹ്യൂജ് മൗണ്ടൻ ഓഫ് വേസ്റ്റ് ഡാറ്റയാണത്. യാതൊരു പ്രയോജനമില്ലാത്തൊരു സാധനമാണ്. ഇത്തരത്തിലുള്ള അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കിയ ആൾക്കാരിൽ നിന്ന് അതിനുള്ള ചെലവുകൾ നമ്മൾ അവരെ നിന്ന് തിരിച്ചു പിടിക്കണം. കഴിഞ്ഞ 2011 സെൻസസ് നടത്താതിരിക്കുന്നതിന്റെ മുഖ്യ ആർക്കിടെക്ട് നമ്മുടെ കേരളക്കാരനായ AK ആന്റണിയും പിന്നെ ചിദംബരം ചെട്ടിയാണ്. അപ്പൊ അന്നത്തെ സെൻസസ് ഒരു വേസ്റ്റേജ് ആയിരുന്നു 2011 നടന്ന. ആ 2011 നടന്ന സെൻസസിന്റെ മുഴുവൻ എക്സ്പെൻസും ശ്രീമാൻ AK ആന്റണിയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീമാൻ ചിദംബരം ചെട്ടിയിൽ നിന്നും നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള നിയമ നടപടികൾ ആരംഭിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും സെൻസസ് നടത്തുന്നുണ്ട്. അത് സോഷ്യൽ സെൻസസ് ആണ് നടത്തുന്നത്.
അവിടെയുള്ള ജനവിഭാഗങ്ങളെ മുഴുവൻ വിവരങ്ങളും നമുക്ക് കിട്ടും. US-ല് നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട്. US-ലെ ഏത് സ്റ്റേറ്റിലെ ഏത് കൗണ്ടിയിലെ സെൻസസ് ഡാറ്റ വിത്ത് ഓൾ ഡീറ്റെയിൽസ് വി ആർ അവൈലബിൾ. എല്ലാവർക്കും അവൈലബിൾ ആണ്, ലോകത്തിലുള്ളവർക്ക് ഗുണം അവൈലബിൾ ആണ്. ഇന്ത്യയെ കുറിച്ച് അതൊക്കെ ഡാർക്കാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രാകൃത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ ഡെവലപ്പ് ചെയ്ത രാജ്യമൊന്നുമല്ല, പ്രാകൃതമാണ്. പ്രാകൃതന്മാരായതുകൊണ്ടാണ് നമ്മൾ ഈ സെൻസസ്, കാസ്റ്റ് സെൻസസ് ഒക്കെ നടത്താത്തത്. ആ പ്രാകൃതന്മാരുടെ ആ പ്രാകൃത നിലവാരം തന്നെ അതേപടി നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഈ ജാതി സെൻസസിന് എതിരായിട്ട് നിലകൊള്ളുന്നത്. അത് കേരളത്തിൽ നായർ നസ്രാണി ഗ്രൂപ്പ് ഈ ജാതി സെൻസസിന് എതിരാണ്. അത് നസ്രാണികൾ പേരിന് ജാതി സെൻസസിന് അനുകൂലമാണെന്ന് പറയുമെങ്കിൽ അവരതിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ 2011 എന്തോ നടത്തിയ കാസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്, ഞാൻ അതിൽ പങ്കെടുത്ത ഒരാളാണ്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇന്റർവ്യൂ ചെയ്തു. അത് തീരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ പിന്നെ ഈ മോഡിയുടെ ഭരണത്തിന്റെ കീഴില് കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന RSS ആണ്. RSS ഒരു കാലത്തും ജാതി സെൻസസിന് അനുകൂലമായ നിലപാടെടുക്കില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരിക്കലും മോഡി സർക്കാർ ജാതി സെൻസസ് എടുക്കില്ല. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അപ്പോ അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്, അതേസമയത്ത് സ്റ്റേറ്റുകൾക്ക് ജാതി സെൻസസ് എടുക്കാവുന്നതാണ്. അതിന് കാസ്റ്റ് കൗണ്ട്, സോഷ്യൽ സർവേ എന്നല്ല പേര് പറയാം, വേറെ പേര് പറയണമെന്നാ പറയണത്. സെൻസസ് എന്നുള്ള ഡാറ്റ പറയാൻ പാടില്ല, സർവേ എന്നുള്ള പേര് പറയണമെന്നാ പറയണത്. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ആ സെൻസസ്, ഇവിടുത്തെ കാസ്റ്റ് സെൻസസ് അതല്ലെങ്കിൽ കാസ്റ്റ് സർവേ നടത്തുന്നത് തീരുമാനിക്കണം. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് ഏറ്റവും ശക്തനായ ഒരു OBC ചീഫ് മിനിസ്റ്ററാണ്. അങ്ങനെ കാര്യം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയാലേ അദ്ദേഹം അതിന് തയ്യാറാകും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിനും ഇന്ററാക്ട് ചെയ്യുന്നതിനും ഒരു അവസരം ഈ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം. അതുണ്ടായാലേ നമുക്ക് ഈ സെൻസസ് ഇതോടുകൂടി തന്നെ ഒരു കാസ്റ്റ് കൗണ്ട് നടത്താനായിട്ട് സാധിക്കും. പിന്നെ ജാതിയും വികസനവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലത്തെ ജാതികൾക്കും കേരളത്തിലെ ശൂദ്രന്മാർക്കും അധികാരത്തിലുള്ള പങ്ക് മനസ്സിലാവും. അവരുടെ അധികാരത്തിലുള്ള പങ്കും അതുപോലെ ദളിത് OBC-കളുടെ ഈ അധികാര നിരാസവും അധികാരത്തിലുള്ള പങ്കില്ലായ്മയും ഇതിലൂടെ പുറത്തു വരും. ഇത് മാത്രമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സെൻസസ് ഇപ്പൊ നടത്തിയിട്ടുള്ള സെൻസസ്, സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സെൻസസ് ഒരു വേസ്റ്റ് ആണ്, ഒരു വേസ്റ്റ് എക്സസൈസ്. അപ്പൊ അതുകൊണ്ട് അതാത് കാലങ്ങളിൽ ആരാണ് സെൻസസ് നടത്തുന്നതിന് ഉത്തരവാദികളായ ആഭ്യന്തരമന്ത്രിയും സെൻസസ് കമ്മീഷനിൽ നിന്നും ആ പൈസ ഈടാക്കണം. അപ്പൊ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഈ സെൻസസിനെതിരായിട്ട് നിൽക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന്റെ ശത്രുക്കളാണ് ഈ സെൻസസിനെതിരായിട്ട് നിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ നടത്തിയിട്ട് നമുക്ക് അധികാരമില്ലായ്മ, നമ്മുടെ അധികാരമില്ലായ്മയും അവരുടെ അധികാരക്കേടും, അവർക്കുള്ള സൂക്കേടുമുള്ള അധികാരം കൂടുതൽ വന്നുകൊണ്ടുള്ള അസുഖങ്ങളാണ്. വണ്ണിപ്പ് പോലെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ സമരം ഇതിന് വേണം. ജനകീയ അഭിപ്രായം ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് ഇത് സാധ്യതപ്രായമായിട്ട് വരികയുള്ളൂ.